എല്ലാവർക്കും നമസ്കാരം. MB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള NIOS SSLC +2 വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ റിസൾട്ട് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2023 ഡിസംബർ 26 പബ്ലിഷ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെയിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ഫെയിലായ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എഴുതണം. അപ്പോൾ സേ പരീക്ഷ എഴുതുന്നതിന്റെ ഡേറ്റ് എന്നാണ്, അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്നത് നിങ്ങൾക്കറിയാം 2024 ഏപ്രിൽ സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ സേ പരീക്ഷ എഴുതുന്നത് എന്നാണ്, അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്ക് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ ചില തെറ്റിദ്ധാരണകളും ഈ പരീക്ഷ ഫീസിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതി ഫെയിലായ വിദ്യാർത്ഥികൾക്ക് വരാൻ പോകുന്ന 2024 ഏപ്രിലെ പബ്ലിക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് എഴുതാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്കറിയാലോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലും ഉണ്ടാവില്ല. NOS അലോട്ട് ചെയ്തിരിക്കുന്ന ചില എക്സാമിനേഷൻ സെന്ററുകളിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പരീക്ഷകൾ നടത്തുന്നത്. പബ്ലിക് എക്സാമിനേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ഫീസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പരീക്ഷാ ഫീസ്, സേയുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ എന്തായാലും ചാനലിലൂടെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നുള്ളത്. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? NIOSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ NIOS അഡ്മിഷൻ എടുത്തിരിക്കുന്ന SSLC +2 വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നൽകുന്നത് അല്ലെ. പിന്നെ ക്ലാസ്സുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചാനലിൽ കൂടെ ക്ലാസ്സുകൾ ഇല്ലേ, എന്തോ 2-3 സബ്ജക്റ്റിന്റെ ഒക്കെ ക്ലാസ്സുകൾ കാണുന്നുള്ളൂ. കാരണം എന്താണ്, നമ്മൾ ചാനലിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? NIOSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എക്സാമിന്റെ സമയമാകുമ്പോൾ നമ്മൾ ഇതേപോലെ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന രീതിയിൽ പുതിയ സിലബസിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ ഒരു ദിവസത്തെ ക്ലാസ്സുകൾ, അങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പരീക്ഷ ഫീസിന്റെ കാര്യം ഓൾറെഡി ഞാൻ ഈ 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ NIOSന്റെ ഭാഗത്തുനിന്ന് വരും. ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചു പോകേണ്ടത് എന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പല വീഡിയോസ് ഞാൻ ലൈവ് വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് അല്ലെങ്കിൽ സേ എക്സാമിന്റെ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും ചില വിദ്യാർത്ഥികൾ, ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും, അതായത് കഴിഞ്ഞ ദിവസം വീഡിയോയുടെ തൊട്ട് താഴെ വന്നേക്കുന്ന ഒരു കമന്റ് ആണിത്. എന്താണ്, പരീക്ഷ ഫീസ് പെട്ടെന്ന് നിങ്ങൾ അടച്ചോ, പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട്, എന്താ 100 രൂപ ഫൈനോട് കൂടിയാണ് ഇപ്പോൾ പരീക്ഷ ഫീസ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ശരിയാണ്, 100 രൂപ ഫൈനോട് കൂടി തന്നെ പരീക്ഷ ഫീസ് സ്വീകരിക്കുന്നത്. ആരുടെ പരീക്ഷ ഫീസ് 100 രൂപയുടെ കൂടി ഫൈനോട് കൂടി വാങ്ങിക്കുന്നത്? ഈ 2024 ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്ന NIOS SSLC +2 വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസിലാണ് നോർമൽ പരീക്ഷ ഫീസിനോടൊപ്പം ഓരോ സബ്ജക്റ്റിൽ 100 രൂപ ഫൈൻ വന്നിരിക്കുന്നത്. അല്ലാതെ സേ എക്സാം എഴുതുന്ന കുട്ടികൾക്കാണോ ഈ ഫൈൻ വന്നിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളൊക്കെ കുട്ടികളെ എന്താക്കുന്നു, കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റായ ഒരു വിവരമാണ് കേട്ടോ. അതായത് 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികളുടെ എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷനാണ് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ NIOS സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, 2024 ഏപ്രിലേക്ക് പരീക്ഷ എഴുതിയിട്ട് അല്ലെങ്കിൽ 2024 ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഒക്ടോബറിൽ പരീക്ഷ എഴുതി അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് സേ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ആ
ഒരു സെയിം എക്സാമിന്റെ പരീക്ഷ ഫീസ് സ്വീകരിക്കുന്നതിന്റെ ഡേറ്റുകൾ, അതായത് ഫൈൻ ഇല്ലാതെയും ഫൈനോട് കൂടിയും 1500 സൂപ്പർ ഫൈനോട് കൂടിയുള്ള ആ ഒരു എക്സാം ഫീസ് സ്വീകരിക്കുന്നതിന്റെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ NOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വേണം ഈ ഒരു എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട്. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സെയിം സാധനം തന്നെയല്ലേ നിങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ അറിയിക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തത്? അപ്പോൾ പരീക്ഷ ഫീസിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുമല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡാഷ്ബോർഡിൽ ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കയറിയിട്ട് നിങ്ങൾ പരീക്ഷ ഫീസ് ഏപ്രിലേക്ക് ഒന്ന് അടച്ചു നോക്കിക്കേ. എന്താ അവിടെ കാണാൻ സാധിക്കുന്നത്? നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അതിന്റെ അർത്ഥം എന്താണ്? പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടുണ്ടോ? അതിന്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതിയതിനു ശേഷം റിസൾട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അപാകതകൾ തോന്നുകയാണെങ്കിൽ അതിന്റെ ആ ഒരു റിസൾട്ട് കറക്ഷൻ അല്ലെങ്കിൽ റീചെക്ക് റീവാലുവേഷൻ അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. അതല്ലാതെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ അതിന് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടില്ല. അതുപോലെ തന്നെ ഈ പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയം ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു കമന്റ് കാണുമ്പോൾ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഈ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായോ, ഞാൻ അടച്ചിട്ടില്ല അല്ലെ, ഞാൻ അടയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള NOSന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ എന്ത് പോസിറ്റീവ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കില്ല. എവിടെയാണോ നെഗറ്റീവ് കാണുന്നത് അതിലേക്ക് ആളുകൾ പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കാണാനും കേൾക്കാനും നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ എല്ലാവരും എങ്ങോട്ടാ പോണേ? അയ്യോ പരീക്ഷ ഫീസ് ഫൈൻ അടയ്ക്കേണ്ട സമയം, മിസ് ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ. അപ്പൊ ഞാൻ വേറൊരാൾ അറിഞ്ഞിട്ടുള്ളത് ഇനി പരീക്ഷ ഫീസ് അടച്ചേക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അതിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളിലൂടെ നെഗറ്റീവിലോട്ട് പോകാതെ പല ആളുകൾ പറയുന്നത് കേൾക്കാതിരിക്കുക. എല്ലാവരും പറയുന്നത് കേൾക്കും. ഒരാൾ പറയുന്നത് കേൾക്കുന്നു, അടുത്ത ആൾ പറയുന്നത് കേൾക്കുന്നു, അതിലേക്ക് പോകാതിരിക്കുക. പലരെ വിളിക്കാതിരിക്കുക. ഒരാൾ പറയുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പല ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. ഞാൻ എന്താണ് പല ആളുകൾ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളുണ്ട് കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടും, കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടും, കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടും. അങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിളിക്കും. അപ്പൊ അവിടെ നിന്നെല്ലാം പല ആളുകളും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് അത് അറിയത്തുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുക, തെറ്റായ കാര്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. വീണ്ടും അത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള NIOS SSLC +2 വിദ്യാർത്ഥികൾ, നിങ്ങൾ ഏതെങ്കിലും 1-2 സബ്ജക്റ്റിനൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ അത് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാകുന്നവരാണെങ്കിൽ എക്സാമിന്റെ ഫീസ് അടയ്ക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. അതിന്റെ ടൈം ആകുമ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കും. ഫൈൻ ഒന്നും ഇല്ല കേട്ടോ, ഫൈൻ ഒന്നും ആയിട്ട് പോലും ഇല്ല. പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടില്ല, പിന്നെ എങ്ങനെ ഫൈൻ അടയ്ക്കേണ്ടി വരുന്നത്? അപ്പൊ അതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അറിയിക്കും. ഇപ്പൊ റിസൾട്ട് കറക്ഷനും റീചെക്ക് റീവാലുവേഷനും ഒക്കെ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അതിന് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതല്ലാതെ എക്സാമിന് ഫീസ് അടയ്ക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. അതാകുമ്പോൾ നമ്മൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ അടുത്ത മാസം 10 തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിർത്തുന്നു. NOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.